പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? കേൾക്കും കേൾക്കും കേൾക്കും. പലരും പലതും പലതും തിരയും, തിരയാത്തതു നാം എങ്ങനെ കാണും? പലരും പലതും പതിവായി അറിയും, അറിയാത്തതു നാം എങ്ങനെ പറയും? കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. കണ്ടില്ല കേട്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. സാറേ, എന്താ സാറേ? ഉദ്ദിഷ്ട കാര്യസിദ്ധി. പോലീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു ഫലം ഞാൻ കാണുന്നത്. മനസമാധാനം, വിദേശയാത്ര, അധിക വരുമാനം. അധിക വരുമാനത്തിൽ നിന്ന് കുറച്ച് പൈസ എനിക്ക് തരണം. കിട്ടുന്നത് ഒന്നിനും തികയുന്നില്ല. എന്നാ ചെലവാന്നറിയാം. സത്യം. പക്ഷേ ചെലവുണ്ടല്ലോ, വിദേശയാത്രയുടെ യോഗം ഉണ്ടല്ലോ. അപ്പൊ ചെലവിനുള്ള പണി അവരെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, രാമമാടത്തിന് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ ജോലി ചെയ്യുന്നത്. അതിലൊന്നും വലിയ വിശ്വാസമില്ല, ചുമ്മാ തട്ടിപ്പ്. എന്നിട്ടാണോ സാറും കുടുംബവും കഴിഞ്ഞ ആഴ്ച പഴനി പോയത്? അത് പഴനി പോയതല്ല. അതായത് നമ്മൾ പൊള്ളാച്ചി വഴി കൊടൈക്കനാലിൽ പോണ വഴിക്ക് ഒന്ന് ടച്ച് ചെയ്ത് അങ്ങോട്ട് കയറിപ്പോയതാ. പക്ഷെ സാറ് കാവടി എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ FB-യിൽ കണ്ടു. അജി, അത് ഞാൻ കാവടി എടുത്തല്ലത്, അവിടെ കാവടി എടുത്ത ഒരാളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്. ആണോ? പക്ഷേ ഇളയ മോനുണ്ടല്ലോ, മുട്ടയൊക്കെ അടിച്ച് ചന്ദനമൊക്കെ തേച്ചേക്കുന്ന ആ ഫോട്ടോയും ഞാൻ കണ്ടു ഫേസ്ബുക്കില്. അത് ഭാര്യയുടെ നേർച്ചയായിരുന്നു. അപ്പൊ അത് കാരണം നമ്മുടെ ഭാര്യമാരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈയെടുത്തുന്ന അത്ര ശരിയല്ലല്ലോ. അവിശ്വാസിയായ സാറൊക്കെ വിശ്വാസിയായ ഭാര്യമാരെ കൊണ്ടാണല്ലോ നേർച്ചയൊക്കെ നടത്തുന്നത്. ആൻസർ മെസ്സേജോ? അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഇന്ന് നൈറ്റ് പെട്രോളിങ് സമർത്ഥൻ സാറാണ്. ആഹാ. അപ്പൊ സാറിനെ വിളിച്ച് ഈ വിവരമൊന്ന് ഞാൻ പറയട്ടെ. ശരി. പോരാടം ഈ ആഴ്ച പൊതുവെ അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കലഹം. കടം വാങ്ങിയതും കൊടുത്തതുമായ തുകയെ ചൊല്ലി തർക്കം. കുടുംബകലഹം എന്നിവയ്ക്ക് സാധ്യത. എൻ്റെ ദൈവമേ, ഈ ആഴ്ച ഇതൊക്കെ സഹിക്കേണ്ടി വരുമല്ലോ. എന്താണ് ഇതൊരു പ്രതിവിധി? എങ്ങനുണ്ട് സാറേ? ഈ ആഴ്ച മൊത്തം ആണോ? സാറോ? അല്ല, സാറല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത് സാറിന് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്ന്. വെറുതെ ഊടായിട്ട്. എന്നിട്ടാണോ പ്രതിവിധി നോക്കുന്നുണ്ടല്ലോ? പ്രതിവിധിയല്ല, പ്രതിനിധി. ഓ, പ്രതിനിധി. ഒരു പ്രതിനിധി സമ്മേളനത്തിന് പോണ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാറ് ഈ ഉരുൾച്ച ഇങ്ങനെ നേരെ അങ്ങ് ഉരുണ്ടങ്ങ് പോയി കഴിഞ്ഞാലേ പ്രതിനിധി സമ്മേളനത്തിന് നേരത്തെ അങ്ങ് എത്താം. സാറേ, ഇപ്പൊ ചുമ്മാ ഉരുട്ടല്ലേ. ശരി ശരി, ബാക്കി നോക്കിക്കോ. പ്രതിനിധി തപ്പാം. ഓ ആ അയ്യോ, എന്താ ഓ, തലയിലൊക്കെ കെട്ടുണ്ടല്ലോ. എല്ലാ ദിക്കിലും പരിക്കാണോ? ഓ, എന്ത് പറ്റി? പറയണ്ട. അയ്യോ, സത്യമാമേ, തലയ്ക്ക് മാത്രമേ പറ്റിയുള്ളോ? എന്താ പോരെ? ഇനി വെള്ളം തരുമോ? ഇപ്പൊ കൊണ്ടുവരാം. എന്താ സാറേ? ഒന്നും പറയണ്ടോ, ഏറുകൊണ്ടതാ. സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, നല്ല സുഖം കിട്ടുന്നുണ്ട്. സാർ വെള്ളം കുടിക്കും. ഓ, സാറിന്റെ കണ്ണടയൊക്കെ എവിടെ പോയി? ഒരു ഏറ് കിട്ടിയപ്പോ കണ്ണടയും പോയി, തൊപ്പിയും പോയി, എല്ലാം പോയി. എന്തായാലും ഒന്നും പറയാതിരിക്കാൻ വയ്യ. അവന്റെ ഏറ് കീറ് കൃത്യ. ആരുടെ? എറിഞ്ഞവന്റെ. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ മോറച്ചെടി വന്ന് കാണേണ്ടി. അങ്ങനെയൊന്നും പറയല്ല സാറേ. സാർ എന്തൊക്കെയാ പറയുന്നേ? സാറ് സമരപ്പന്തലിലേക്കല്ലേ പോയത്? അതുകൊണ്ടാണല്ലോ 4 സ്റ്റിച്ചും കെട്ടും പൂട്ടൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ഏറ് മുഴുവൻ പോലീസുകാർക്കാണല്ലോ. സത്യഭാമേ, മരുന്ന് പോലത്തെ ഒരു പയ്യൻ, അവനെടുക്കാൻ പറ്റാത്തൊരു കല്ലെടുത്ത് ഒരു കീച്ച അങ്ങോട്ട് കീച്ചു. എന്തിനാ എറിഞ്ഞതെന്നോ എന്തിനാ ഞാനത് കൊണ്ടതെന്നോ എനിക്കും അറിയില്ല, അവനും അറിയില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു.
എന്താടോ ഞാൻ ഏറ് കൊണ്ടുവന്നിരിക്കുമ്പോ ചക്കിന്റെയും കൊക്കിന്റെയും കാര്യം പറയണേ? അല്ല സാറിന്റെ നാളെ പൂരാടമാണ്. എന്തേ? എന്റെ നാളെ പൂരാടവാ. കണക്കിൽ വെച്ച സാറിന്റെയും എന്റെയും ഇപ്പോഴത്തെ അവസ്ഥ കറക്റ്റാ. ആണാ? അപ്പൊ സത്യഭാമയുടെ നാളോ? ഞാൻ വിചാരിച്ചു ഭരണി. അല്ല സാറിന്റെ ഷീൽഡ് ഉണ്ടായിരുന്നില്ലേ? എന്തുണ്ടായിട്ട് എന്താ കാര്യം സത്യഭാമേ? അവിടുന്നും ഇവിടുന്നും വരുന്ന ഏറ് തടയാനായിട്ട് ഞാൻ കളരിയൊന്നും പഠിച്ചിട്ടില്ലല്ലോ. സാർ എന്തായാലും ഇന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. സാർ ഒന്ന് കൊണ്ടു ചെന്നാ. അതാ നല്ലത്. വാ സാറേ. ഞാനിപ്പോ വീട്ടിലൊക്കെ ഇല്ല. എന്തേ? ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. ഈ കെട്ടും പൂട്ടൊക്കെ ആയിട്ട് ഞാൻ അവിടെ ചെന്ന് കയറുമ്പോ അവള് തലയൊറ്റി വീഴും. പിന്നെ അവളെ എടുത്ത് പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എന്നെ കൊണ്ട് ഇപ്പൊ ത്രാണിയില്ല. ഓ ആരെങ്കിലും ഉണ്ടോ? എന്താ സാർ? ഒന്ന് കിടക്കാനാ തീരെ വയ്യോടൂ. സാർ തൽക്കാലം ഈ വെള്ളം കുടിക്കും. ശരിയാ സാറേ, അവിടെ പോയി റെസ്റ്റ് എടുക്കാം. ഒരുപാട് വിളിച്ചായിരുന്നു, കിട്ടണല്ലോ, ഫോണിൽ കിട്ടുന്നത്. ഇവിടെ സമരപ്പന്തലിൽ പൊരിഞ്ഞടിയായിരുന്നു. അതിന്റെ ഇടക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റൂല. ഏയ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തൊരു വല്ലായിക. ഇല്ല, വാസാറിനാണ്ടായിരുന്നു. ആ ദേ ഇരിക്കണം. അയ്യോ ആ സാറേ എന്ത് പണിയാ? അവിടെ ഇരുന്നോ. നീ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. എന്ത് പണിയാണ് സാറേ കാണിച്ചത്? സാറിനെ ഞാൻ ഹോസ്പിറ്റലിൽ മുഴുവൻ തിരക്കി കിടക്കണം. തലയിലെ സ്റ്റിച്ചൊക്കെ കെട്ടും ബൂട്ടൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങ് പോന്നു സാറേ. വേദനയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? നല്ല സുഖമുണ്ട്, നല്ല മരവിപ്പാ. ഒരു കാര്യം ചെയ്യും, സാർ ആ റൂമിൽ റെസ്റ്റ് എടുക്ക്. ഞാനിവിടെ എങ്ങാനിരുന്നോളാം സാറേ. ആ സാറേ പറയണത് കേക്ക്. കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അയ്യോ ഞാനില്ലേ, അങ്ങോട്ട് പോയ ആശ്വാസം കിട്ടുന്ന എനിക്കൊരു വിശ്വാസമില്ല. ഇതൊക്കെ ഒരു വിശ്വാസമല്ല സാറേ. അല്ല സാറേ, ഈ സമരക്കാരെന്തിനാ പോലീസിനെ കല്ലെറിയുന്നേ? ഒരു സുഖം. ചുമ്മാ മരത്തിലിരിക്കുന്ന ഒന്നിനെ ചില ആൾക്കാർ ഒരു കാര്യമില്ലാതെ കല്ലൂരി ചെറിയണ ആ ഒന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവർക്കൊരു സുഖം, അത്രേ ഉള്ളൂ. അപ്പൊ വാസാറാണോ സമരക്കാരെ കല്ലെറിഞ്ഞത്? അല്ല, ഞാൻ കരുതി കഥയിലെ ഒന്ന് വാസാറായിരിക്കും. സാറേ ഇനി ഇവിടെ ഇരുന്ന ഞാൻ ചിലപ്പോ റിസ്ക് എടുക്കേണ്ടി വരും. ഞാൻ പോവുക. ചെല്ലി എവിടെയും പോയി റെസ്റ്റ് എടുക്ക്. എനിക്ക് ദേവാസുര സിനിമ കണ്ട ഫീലാ. അതെ, നോക്കി കണ്ട എല്ലാവരും കാര്യങ്ങൾ നടത്തി വേട്ടെ. ശരിയെന്ന്. ആ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാം. ആ നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വാ. ഇല്ല പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരി. നമുക്ക് നോക്കാം കേട്ടോ. ശരി. എന്താ ഷിഹാബേ? സാറേ ഇത് ശാന്തമ്മ. ആ എന്തോ ഓൺലൈൻ തട്ടിപ്പിൽ കുറച്ച് കാശ് പോയിട്ടുണ്ട്. എന്നോട് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. സാറിനെ കാണാൻ എന്തോ പരാതി തരണമെന്നൊക്കെ. ശാന്തമ്മ ചേച്ചി ഇരുന്നോ, ധൈര്യമായിട്ടിരി. എന്താ പ്രശ്നം? അത് പിന്നെ പറഞ്ഞു. മറ്റുള്ളവരൊന്നും കേൾക്കാണ്ട്. അല്ല കുഴപ്പമില്ല, ഷിഹാബ് നമ്മുടെ ആളാണ്. ഈ വക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഷിഹാബാണ്. ധൈര്യമായിട്ട് പറഞ്ഞോ. അത് എൻ്റെ കുറച്ച് കാശ് പോയി. എങ്ങനെ പോയി? അത് പറഞ്ഞു സാറിനോട് എങ്ങനെ കാശ് പോയെന്ന്. ധൈര്യമായിട്ട് പറ. അതിപ്പോൾ ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ കുറേ പ്രാവശ്യം കയറി ഇറങ്ങിയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. ഉവ്വ. അപ്പോൾ ഫോണിലൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഒരു 3500 രൂപ അടച്ചാൽ 20 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഈടൊന്നുമില്ലാതെ അല്ലേ? ഈടൊന്നുമില്ലാണ്ട്. അതിനവർ ചോദിച്ചത് ശാന്തമ്മ ചേച്ചിയുടെ 3 ഫോട്ടോ, വോട്ടർ ID, ആധാർ കാർഡ്, ഇത്ര അല്ലേ? അയ്യോ ഇതൊക്കെ എങ്ങനെ സാററിഞ്ഞു? ഞാൻ അതാണ് ഈ യൂണിഫോമിന്റെ പ്രത്യേകത. ഇതിട്ട് വിട്ടിരുന്നാലേ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. ആ അത് മാത്രമല്ല സാറിന് അറിയുള്ളൂ അല്ലേ? അപ്പൊ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സാറേ. കാശ് കൊണ്ട കളഞ്ഞിട്ട് വേറെ കണ്ടേക്ക. അത് പോട്ടെ, എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്താ? വോട്ടർ ID-യും ഈ ഫോട്ടോസും ഈ ആധാർ കാർഡൊക്കെ? സാറ് പറഞ്ഞ എല്ലാ സാധനവും ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശാന്തമ്മ ചേച്ചി ഇതിന് അർഹതയാണ്, 20 ലക്ഷം രൂപ ഉടനെ അയച്ചു തരാന്ന് പറഞ്ഞു. തരാന്ന് പറഞ്ഞു. അതോടെ നമുക്ക് സന്തോഷമായി അത് കേട്ടപ്പാ. സന്തോഷമായി. പിന്നെ ഈ ഒരു പ്രോസസ്സിംഗ് ചാർജ് എന്നും പറഞ്ഞു ഒരു 3500 രൂപ ഉടനെ അയക്കാൻ പറഞ്ഞു. അയച്ചു കൊടുത്താ?
അയച്ചു കൊടുത്തു. കാശ് എവിടെ നിന്ന് കിട്ടി? കാശ് എനിക്ക് പെൻഷൻ ഇത്തിരി കിട്ടുന്നുണ്ട്. മരുന്ന് മേടിക്കാനൊക്കെ ചേർത്ത് വെച്ചിരുന്ന പൈസയാണ്. അപ്പൊ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ മരുന്ന് മേടിച്ചില്ലേ? അല്ല സാറേ, മരുന്നിനേക്കാൾ വലുതല്ലേ 20 ലക്ഷം രൂപ. ഒറ്റയടിക്ക് സമ്പന്നയാകാനുള്ള പരിപാടിയാണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് ഈ 3500 രൂപ അയച്ചു കൊടുത്തിട്ട് പിന്നെ അവര് വല്ലതും ചോദിച്ചോ? ആ പിന്നെ ചോദിച്ചു. പിന്നെ എന്തിൻ്റെ ചാർജായിരുന്നു? അത് അവര് പറഞ്ഞു ഒരു 6500 രൂപയും കൂടെ അയച്ചു കൊടുക്കണമെന്ന്. എന്നിട്ട് അപ്പോൾ ഞാൻ ഈ ചെറിയ പൊട്ടും പൊടിയും സ്വർണ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. 6500 രൂപ അയച്ചു കൊടുത്തു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവരിപ്പോ എല്ലാം കൂടി ഒരു 48,500 രൂപയോളം കൊടുത്തു ഞാൻ. എന്താ അതെ, അത്ര അയച്ചു കൊടുത്തു, നമ്മള് ഒപ്പിച്ചു കൊടുത്തു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവര് പറയുന്നത് ഒരു 12,500 രൂപയും കൂടെ അയച്ചു കൊടുക്കണമെന്ന്. ഇനി അയച്ചു കൊടുക്കണമെന്ന്? അത് അയച്ചു കൊടുത്തോ? ഇല്ല. കൊടുക്കായിരുന്നില്ല? അല്ല, ഇത് വീട്ടിലറിയാമോ ഈ ഇതൊക്കെ കാശൊക്കെ അയച്ചു കൊടുത്താണ്? ഇല്ല സാറേ, എന്റെ ഭർത്താവും കുട്ടികളൊന്നും അറിയാണ്ട് ഞാൻ ഈ പണിയൊക്കെ ചെയ്തു. അതെന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ അവരോട് ഇതൊക്കെ ആരോടെങ്കിലും പറയണ്ടേ, അന്വേഷിക്കണ്ടേ ഇതൊക്കെ? എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ പോയ കാശൊന്നും മേടിച്ചതാ സാറേ. അത് കൊള്ളാം. ഇതെവിടെ പോയി ഞങ്ങൾ അന്വേഷിക്കാനാണ്? ബാങ്കിന് പേരില്ല, അഡ്രസ്സില്ല, ഒന്നുമില്ല. പിന്നെ എവിടെ പോയി അന്വേഷിക്കാനാ? എന്റെ കയ്യില് അവരുടെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറൊക്കെ ഉണ്ട്. നോക്കട്ടെ. ആ സാറിന് കൊടുക്ക്. ഇത് ഒരുപാടുണ്ടല്ലത്. അതൊക്കെ മരുന്നിന്റെ ചീട്ടുകളാണ്. എന്നിട്ട് ഈ മരുന്ന് കഴിക്കാതല്ലേ അവർക്ക് കാശ് കൊണ്ട കൊടുത്തത്? ഉണ്ടാ, ഇത് ടോൾ ഫ്രീ നമ്പറാണല്ലോ ഷിഹാബേ. ആണോ? വിളിച്ചു നോക്കാല്ലേ? വിളിച്ചു നോക്ക് സാറേ. ഈ നമ്പർ നിലവിലില്ലെന്നാ പറയണത്. ഒരു കാര്യം ചെയ്, ശാന്തമ്മ ചേട്ടത്തി ഷിഹാബിൻ്റെ അടുത്ത് ഒരു പരാതി കൊടുക്ക്. നമുക്കൊന്ന് അന്വേഷിക്കാം. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ വേണ്ട വിധത്തിൽ കേട്ടോ. സാറൊക്കെ പോലീസുകാരല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ചതാ സാറേ. ഈ പോലീസുകാരോട് അല്ലെങ്കിൽ അയൽവക്കത്ത് ആരോടെങ്കിലും സ്വന്തം മക്കളോടെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട് ഇത്രയും കാശൊക്കെ കൊടുക്കാനായിട്ട്? സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ട് ഇനിയിപ്പോൾ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു സാർ പറഞ്ഞ പോലെ ഒരു പരാതി എഴുതാ, ഞങ്ങൾ അന്വേഷിക്കാം. വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. നമുക്ക് ആ കാശ് എങ്ങനെയാലും തിരിച്ചു പിടിക്കാനുള്ള പരിപാടി ഞാൻ നോക്കട്ടെ. ഒരു 2 മണിക്കൂർ ഇരുന്നാൽ മതിയാവുമോ? വേണ്ട, 2 മിനിറ്റ് ഇരുന്നാൽ മതി, ഇപ്പം റെഡിയാക്കി തരാം. എൻ്റെ ശാന്തം ഷിഹാബെ കുടിച്ചൊന്നും പോ കേട്ടാ. ശരി ശരി. ഓരോരോ ഓൺലൈൻ തട്ടിപ്പ് കേസായിട്ട് ഇങ്ങനെ വന്നോളൂ. കാശെന്ന് പറയുമ്പോൾ ആൾക്കാർ ഒന്നും നോക്കണല്ലോ, എടുത്ത് ചാടി അങ്ങോട്ട് വീഴാണ്. ഇനി ഉമ്മാരെ ഞാൻ എവിടെ പോയി തപ്പാനാണ്? ഒരു വിഷമം പോലെ. ഓ, ഈ ആഴ്ച മൊത്തം പ്രശ്നമാണെന്നാ ഫലത്തിൽ കാണുന്നത്. സാറിന് നാളൊന്ന് പറഞ്ഞാൽ നോക്കി പറയാം. ഊരാടത്തെ ഇതിനകത്ത് കാണാനേ ഇല്ല. ഊരാടത്ത് ഇതിനകത്ത് കാണുന്നില്ലേ? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നോക്കി. ഊരാടത്തിന് പ്രതിവിധിയേ ഇല്ല. ഇതാരാ? ഇതെന്താ ഇവിടെ കയറിയിരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. ഊരാടത്തിന്റെ പ്രതിവിധിയായിരിക്കും. അതെ ചേച്ചി, ഇത് സാറിന്റെ കസേര. ചേച്ചി അങ്ങോട്ട് മാറിയിരുന്നേ. പിന്നെ സാറിന്റെ കസേര എഴുതി വെച്ചേക്കണം ഇവിടെ. ചേച്ചി വേണ്ട, ചേച്ചി അവിടെ തന്നെ ഇരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിന് മുമ്പ് ഈ പൂരാടത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. അതെ, പൂരാടത്തിന് പ്രതിവിധി ഇല്ല. ഈ ആഴ്ച എന്നല്ല, ഈ മാസം മുഴുവനും കേടാ. അത് ചേച്ചിക്ക് ഇത് അങ്ങനെ അറിയാം? എന്റെ നാള് പൂരാടമല്ലേ. നല്ല ബെസ്റ്റ് കമ്പനിയാ സാറിന് കിട്ടിയിരിക്കുന്നത്. എടുത്തോ. സാറേ, എന്താ? ആ CI സാറിനോടെ കാശ് കിട്ടണമെന്ന് ചോദിച്ചു. കാശോ? ഏത് കാശ്? അതെ, ഞങ്ങൾ തമ്മിൽ കുറച്ച് കാശിന്റെ ഇടപാടൊക്കെ ഉണ്ട്. അത് കൊടുക്കലോ അതോ വാങ്ങലോ? ഓ, ഒന്ന് ചെന്ന് ചോദിക്കും സാറേ. സാറേ, ആ പുറത്തിരിക്കുന്ന സ്ത്രീക്ക് പോകാൻ അല്പം തിരക്കുണ്ടെന്ന് പറയുന്നു. അവരോട് കൊള്ളാൻ പറ. അല്ല, ആ മേടിച്ച് കാശ് കൊടുത്തായിരുന്നെങ്കിൽ അവർ പോകാമായിരുന്നു പറഞ്ഞു. അവരോട് കാശ് വല്ലതും മേടിച്ചിട്ടില്ല? അല്ല, ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല. അല്ല, സാറ് മേടിച്ച കാശ് കൊടുത്തായിരുന്നെങ്കിൽ.
ഞാൻ അവരോട് കാശ് പിടിച്ചെന്നാ അവരങ്ങനെ പറഞ്ഞ? ഓ അവരങ്ങനെ പറഞ്ഞു. അതങ്ങ് കൊടുത്തേക്ക് സാർ, വെറുതെ പ്രശ്നമുണ്ടായി. താരം എന്താണ് ഈ പറയണത്? ഞാൻ അവരോട് കാശ് കടം മേടിക്കുമെന്ന് എനിക്ക് തോന്നണ്ട. അല്ല സാറങ്ങനെ മേടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇടോ അവരെന്തോ ഓൺലൈൻ കേസിലേ അവരുടെ കുറെ കാശ് പോയി, അത് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ പരാതിയായിട്ട് വന്നേക്കണതാണ് അവര്. എന്നിട്ട് ചുമ്മാ അവര് ഞാൻ കടം മേടിച്ചെന്ന് പറഞ്ഞു. അവര് കാര്യം ചെയ്ത് അവരെ കണ്ട് വിളിച്ചേ. സാർ ഞാനിവിടെ ഉണ്ട് സാറേ. ആ ചേട്ടത്തേക്ക് വന്നേ, കാശ് കിട്ടിയല്ലേ? ഇരിക്കവിടെ. ഞാൻ നമ്മ ചേട്ടത്തി ആള് കൊള്ളാല്ല. ആര് കാശ് കടം മേടിച്ചെന്നാ പറയണത്? ഞാൻ കാശ് കടം മേടിച്ചെന്ന് പറഞ്ഞു ഇവിടെ. അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അല്ല ചേച്ചി കാശ് സാറ് തരാണ്ടെന്ന് പറഞ്ഞു. അല്ല അങ്ങനെ അല്ല. അതേ നമ്മുടെ അവര് കൊണ്ടുപോയ കാശിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. കൊണ്ടുപോയ കാശ് അതിപ്പോഴും കിട്ടുന്നില്ല. ഞാൻ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് നമുക്ക് നോക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ പരമാവധി ട്രൈ ചെയ്യാം ഈ വക പാർട്ടീസിനൊക്കെ കിട്ടാനായിട്ട്. അത് ഞാൻ അന്വേഷിച്ചിടത്തോളം ജാർഖണ്ഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ കമ്പനിയാണ്. തട്ടിപ്പ് കേസാണ് അവര് കിട്ടാനൊക്കെ ആയിട്ട് വലിയ പണിയാണ്. ഞാൻ ഒന്നുകൂടി അന്വേഷിച്ച് നോക്കട്ടെ ഏട്ടാ. എൻ്റെ പൊന്ന് ശാന്തപ്പച്ചേട്ടത്തി, ഇനിയെങ്കിലും നിങ്ങൾ ആ ലോഡുമേന്നുള്ള പിടി വിട്. ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഒരാൾക്ക് ലോണായിട്ട് 10 പൈസ കൊടുത്ത ചരിത്രമില്ല. നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരൊരു തട്ടിപ്പ് ബുദ്ധിയായിട്ട് ഇറങ്ങണതല്ലേ. 10 പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കൂടി ആർത്തി ഊർത്തി ചാടി അങ്ങോട്ട് വീഴും. എന്നിട്ട് അവസാനം ലാസ്റ്റ് പോലീസുകാർക്കാണ് പണി. അപ്പൊ എന്റെ കാശ് കിട്ടൂലല്ലേ? ഞാൻ അന്വേഷിച്ചിടത്തോളം അങ്ങനെ ഒരു ടീം, അങ്ങനെ ഒരു ബാങ്ക് നിലവിലില്ല. വെറും കള്ള അഡ്രസ്സാണത്. ജാർഖണ്ഡിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതൊരു തട്ടിപ്പ് സംഘമാണത് ഇതിന്റെ പിന്നിൽ. ചേട്ടത്തി ഒരു കാര്യം ചെയ്യ്, ചേട്ടത്തി നേരെ വീട്ടിലേക്ക് അല്ലേ, എന്നിട്ട് ഭർത്താവിനോടും മക്കളോടൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ല പ്രശ്നമില്ല, ഈ പ്രായത്തിൽ പറ്റിയൊരു അബദ്ധമായിട്ട് അവർ കണക്കാക്കിക്കോളും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്, ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കിക്കോളാം കേട്ടാ. അപ്പൊ ചേട്ടത്തി ഉള്ള നേരത്തെ സ്ഥലം വിടാൻ നോക്ക് ചെല്ലി. ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ അന്വേഷിക്കാം. എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ അറിയിക്കാം. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ശരി. ആര് മറ്റേ ലോൺ ടീമാണോ? അപ്പൊ 3500 രൂപ കൊടുത്താല് 12,500 രൂപ വേണ്ട, ഇപ്പൊ 3500 രൂപ മതി. എന്താ അഡ്ജസ്റ്റ്മെന്റ്? 3500 രൂപ കടം തരുക. നാളെ ബാങ്കിൽ പണം വരുമ്പോ ആദ്യം സാറിന്റെ പൈസ വരും. ഭരത സാർ വിളിച്ചോണ്ട് പോണോ? സാർ സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ.